വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിക്കായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ബലപരിശോധനയ്ക്കായി മദ്രാസ് IIT, കോഴിക്കോട് NIT എന്നിവരെ സമീപിച്ചതായി സർക്കാർ. ഇരു സ്ഥാപനങ്ങളും അടുത്ത ചൊവ്വാഴ്ചയ്ക്കകം മറുപടി അറിയിക്കണമെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കെട്ടിടത്തിന്റെ ബലപരിശോധന അത് എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതാണ്. അത് സംബന്ധിച്ച് ഇന്ന് ഈ ഹർജി പരിഗണിച്ച സമയത്ത്, അനിൽ അക്കരെ MLA നൽകിയ ഹർജി പരിഗണിച്ച സമയത്ത് സംസ്ഥാന സർക്കാർ ചില മറുപടികൾ നൽകിയിട്ടുണ്ട്. അതായത് കെട്ടിടത്തിന്റെ ബലപരിശോധനയ്ക്കായിട്ട് മദ്രാസ് ITI, അതോടൊപ്പം തന്നെ കോഴിക്കോട് NIT എന്നിവരെ സമീപിച്ചതായിട്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകിയിട്ടുള്ളത്. പാലക്കാട് IITയെ ബലപരിശോധനയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഈ ലൈഫ് മിഷൻ ഫ്ളാറ്റുകളുടെ ബലപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് സമീപിച്ചുവെങ്കിലും അവർ പിന്മാറുകയായിരുന്നു. ഈ മദ്രാസ് ITIയുടെയും കോഴിക്കോട് NITയുടെയും പ്രതികരണം ഇക്കാര്യത്തിൽ എന്താണെന്ന് കൂടി അറിയിക്കാനായിട്ട് നിലവിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ച ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. അന്നാണ് ഈ ബലപരിശോധനയ്ക്കായിട്ട് സമീപിച്ച സംഭവത്തിൽ മദ്രാസ് ITIയുടെയും അതോടൊപ്പം തന്നെ കോഴിക്കോട് NITയുടെയും പ്രതികരണം എന്താണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിക്കേണ്ടത്. എന്തായാലും നിലവിൽ ഇടക്കാല ഉത്തരവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മദ്രാസ് ITയെയും അതോടൊപ്പം തന്നെ കോഴിക്കോട് NITയെയും അറിയിക്കാനായിട്ട് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും രണ്ട് സ്ഥാപനങ്ങളെ ഈ കെട്ടിടത്തിന് ബലപരിശോധനയ്ക്കായിട്ട് സമീപിച്ചതായിട്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകിയിട്ടുള്ളത്.